1940 നടന്നൊരു യഥാർത്ഥ കഥയാണിത്. ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം നോർവേയിലെ സാധാരണ മനുഷ്യരും പട്ടാളക്കാരും ചേർന്ന് നടത്തിയ ഒരസാധ്യ ദൗത്യത്തിൻ്റെ കഥ. ജർമ്മൻ പട്ടാളത്തിൻ്റെ കയ്യിൽപ്പെടാതെ ആ നാടിൻ്റെ മുഴുവൻ സ്വർണ്ണ സമ്പത്തും സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് എത്തിക്കുക. ഏകദേശം 50 ടണ്ണോളം വരുന്ന സ്വർണം മുഴുവൻ ട്രക്കുകളിലും ട്രെയിനിലും ബോട്ടുകളിലുമായി അവർ കടത്താൻ ശ്രമിച്ചു. പക്ഷേ ആ സ്വർണത്തെക്കുറിച്ചറിഞ്ഞ് ജർമ്മൻ പട്ടാളം അവർക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും അവർക്ക് മുന്നിൽ അടിയറോ പറയാനോ പിന്തിരിഞ്ഞോടാനോ മനുഷ്യർ ശ്രമിച്ചില്ല. മഹായുദ്ധകാലത്തെ നോർവീജിയൻ ജനതയുടെ ചെറുത്തുനിൽപ്പിൻ്റെയും തകർക്കാനാവാത്ത മനോവീര്യത്തിൻ്റെയും ഉദാഹരണമായി മാറിയ സംഭവത്തെ അടിസ്ഥാനമാക്കി 2022 പുറത്തുവന്ന സിനിമയാണ് ഗോൾഡ് റൺ. March 8 ഓസ്ലോയിലെ നോർവീജിയൻ ലേബർ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഫെഡറിക് ഹസ്ലൻഡിൻ്റെ വീട്ടിൽ അയാളുടെ മകളുടെ പിറന്നാൾ ആഘോഷങ്ങൾ നടക്കുന്നു. അതിഥികൾ ഓരോരുത്തരായി ആ വീട്ടിലേക്ക് വന്ന് കേക്ക് മുറിക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് എയർ റെയ്ഡ് സൈറൻ മുഴങ്ങുന്നത്. ജർമ്മൻ വിമാനങ്ങൾ ആകാശത്ത് വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയിരുന്നു. വേഗം തന്നെ ഫെഡറിക് തൻ്റെ കുടുംബത്തെയുമായി വീടിൻ്റെ അടിയിലെ ബങ്കറിനുള്ളിൽ ഒളിച്ചു. അവരുടെ മകൾ വല്ലാതെ പേടിച്ചിരുന്നു. അവളെ സമാധാനിപ്പിക്കാനായി അവളുടെ അമ്മായി ഹസ്ലൻഡിൻ്റെ സഹോദരൻ ഇനി മുകളിലേക്ക് ചെന്ന് അവളുടെ പ്രിയപ്പെട്ട പാവ അവൾക്ക് എടുത്തു നൽകി. കുറച്ചു നേരത്തിന് ശേഷം സൈറൻ നിലച്ചുവെങ്കിലും യഥാർത്ഥ പ്രശ്നങ്ങൾ പിറ്റേന്നാണ് ആരംഭിച്ചത്. ജർമ്മൻ കപ്പലുകൾ നാർവിക്കിലേക്ക് അടുത്തുവെന്നും വൈകാതെ അവർ ഓസ്ലോയിലേക്ക് എത്തുമെന്നുമുള്ള വാർത്ത ഓസ്ലോ നിവാസികളെ ഭീതിയിലാഴ്ത്തി. ഏറ്റവും ഭയപ്പെട്ടവരിലൊരാൾ സെൻട്രൽ ബാങ്ക് ഓഫ് നോർവേയുടെ ഡയറക്ടറായിരുന്ന നിക്കോളായ് റൈഗ് ആയിരുന്നു. കാരണം ജർമ്മൻ പട്ടാളം ആ നഗരത്തിലേക്ക് എത്തും മുന്നേ അയാൾക്ക് ബാങ്കിലെ സ്വർണം മുഴുവൻ ആ നഗരത്തിൽ നിന്ന് സുരക്ഷിതമായൊരിടത്തേക്ക് മാറ്റേണ്ടതുണ്ടായിരുന്നു. നോർവീജിയൻ നാഷണൽ ഗോൾഡ് റിസർവ്, ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ ഏകദേശം 52 ടൺ സ്വർണം. അത്രയും സ്വർണം അവിടെ നിന്ന് പെട്ടെന്ന് മാറ്റണമെങ്കിൽ അവർക്ക് ഏകദേശം 20 ട്രക്കുകളെങ്കിലും വേണ്ടിവരുമായിരുന്നു. നഗരത്തിൽ കിട്ടാവുന്ന ട്രക്കുകളെല്ലാം കണ്ടെത്തി ഇവിടേക്ക് വിളിച്ചുകൊണ്ടുവരാൻ നിക്കോളായ് ആ ബാങ്കിലെ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള ആളുകളെ നഗരത്തിൻ്റെ പല ഭാഗത്തേക്ക് പറഞ്ഞയച്ചു. ഇതേ സമയം നഗരത്തിൽ നിന്ന് തൻ്റെ കുടുംബത്തെ സ്വിറ്റ്സർലൻഡിലേക്ക് പറഞ്ഞയക്കാൻ തുടങ്ങുമ്പോഴാണ് വേഗം ഓഫീസിലേക്ക് എത്തണമെന്ന് അറിയിച്ചുകൊണ്ട് ഹസ്ലൻഡിന് ഫോൺ വരുന്നത്. നിങ്ങൾ പുറപ്പെട്ടുകൊള്ളാനും ഞാൻ പിന്നാലെ വന്നുകൊള്ളാമെന്നും ഭാര്യ ഐറീനെ അറിയിച്ച് ഹസ്ലൻഡ് വേഗം തന്നെ പാർട്ടി ഓഫീസിലേക്കെത്തി. ജർമ്മൻ പട്ടാളത്തിൻ്റെ കയ്യിൽപ്പെടാതെ പാർട്ടി ഓഫീസിലെ രേഖകൾ അവർക്ക് നശിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. അവരെല്ലാം ആ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഹസ്ലൻഡിൻ്റെ സുഹൃത്തും നോർവീജിയൻ ഫിനാൻസ് മിനിസ്റ്ററുമായ ഓസ്കാർ ടോർപ്പയളെ ഫോണിൽ ബന്ധപ്പെടുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്നും ജർമ്മൻ സൈന്യത്തെ തടഞ്ഞു നിർത്താൻ നമ്മുടെ സേനയ്ക്കായില്ല എന്നും പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ അവർ ഓസ്ലോയിലേക്ക് എത്തുമെന്നുമാണ് ഓസ്കർ അയാളെ അറിയിച്ചത്. അതോടൊപ്പം തൻ്റെ ഓഫീസിൽ നിന്ന് താൻ ഇവാക്യുവേറ്റ് ചെയ്യുകയാണെന്നും ഹസ്ലൻഡ് നേരിട്ട് വാഹനവുമായി തൻ്റെ അടുത്തേക്ക് വരണമെന്നും ഓസ്കർ അയാളോട് പറഞ്ഞു. കാരണം ആ സമയത്ത് രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രിക്ക് തൻ്റെ സുഹൃത്തിനെ അല്ലാതെ മറ്റാരെയും വിശ്വാസമില്ലായിരുന്നു. ഹസ്ലൻഡ് വേഗം തന്നെ തൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഭാര്യ ഐറീനും മകളും അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഇതേ സമയം ബാങ്കിലെ ഉദ്യോഗസ്ഥർ നഗരത്തിൽ ട്രക്കുകൾ തിരഞ്ഞു നടക്കുകയായിരുന്നു. ഏതോ ഒരുവൻ തൻ്റെ ട്രക്ക് പരിശോധിക്കുന്ന കണ്ടാണ് അതിൻ്റെ ഡ്രൈവർ ഹെൻറി അയാളെ പിടിച്ച് മർദ്ദിക്കാൻ തുടങ്ങുന്നത്. തന്നെ ഒന്നും ചെയ്യരുത് എന്നും താൻ സെൻട്രൽ ബാങ്കിലെ ക്ലർക്കാണ് എന്നും ആ ചെറുപ്പക്കാരൻ ഹെൻറിയോട് പറഞ്ഞു. ബെർഗെ എന്ന പേരായ ക്ലർക്ക് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചപ്പോൾ സ്ഥിതി ഗുരുതരമാണ് എന്ന് മനസ്സിലായ ഹെൻറി അയാളെ സഹായിക്കാൻ തയ്യാറായി. അപ്പോഴേക്കും അയാളുടെ ട്രക്കിലേക്ക് കയറാൻ വന്ന സ്കൂൾ കുട്ടികളെ ഓടിച്ചുവിട്ട് ഹെൻറി ബെർഗയ്ക്കൊപ്പം ബാങ്കിലേക്ക് പുറപ്പെട്ടു. അപ്പോഴേക്കും നിക്കോളായും സംഘവും സ്വർണ്ണക്കട്ടികളും സ്വർണ്ണ നാണയങ്ങളും അടങ്ങുന്ന പെട്ടികൾ മറ്റ് ട്രക്കുകളിലേക്ക് കയറ്റി തുടങ്ങിയിരുന്നു. പക്ഷേ അവർ പ്രതീക്ഷിച്ചതിലും കുറവ് സമയം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ഇതിനോടകം ജർമ്മൻ വിമാനങ്ങൾ ആകാശത്തുകൂടി പറക്കാൻ ആരംഭിച്ചിരുന്നു. ഒപ്പം 20 പേരോളം വരുന്ന ജർമ്മൻ സൈനികർ നഗരത്തിലൂടെ മാർച്ച് ചെയ്യാനും തുടങ്ങിയിരുന്നു. തൻ്റെ ഡെന്റിസ്റ്റിനടുത്തായിരിക്കുമ്പോഴാണ് പ്രസിദ്ധ കവിയും നാടക നടനുമായ നോർദൽ ഗ്രീഗ് ഈ കാഴ്ച കാണുന്നത്. യുദ്ധം തൻ്റെ നഗരത്തിലേക്കും എത്തിയിരിക്കുന്നുവെന്ന് അയാൾക്ക് മനസ്സിലായി. ഓസ്ലോ നഗരമാകെ പരിഭ്രാന്തിയിൽ ആഴ്ന്നു കഴിഞ്ഞിരുന്നു. എല്ലാ സർക്കാർ ഓഫീസുകളിലെയും രേഖകളെല്ലാം നശിപ്പിച്ച്
ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് വേഗം ഇവാക്യുവേറ്റ് ചെയ്യണമെന്ന് ഉത്തരവ് ഓഫീസുകളിലേക്കെത്തി. നമ്മൾ എന്തിനാണ് ഭയന്നോടുന്നത്? നമ്മൾ അവർക്കെതിരെ പോരാടുകയല്ലേ വേണ്ടത് എന്ന് നിനി മുതിർന്ന ഉദ്യോഗസ്ഥരോട് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ബോംബുകൾ ആ നഗരത്തിനു മേൽ പതിക്കാൻ ആരംഭിച്ചത്. ഇതേ സമയം അവർ ബാങ്കിലെ സ്വർണമെല്ലാം ട്രക്കുകളിലേക്ക് കയറ്റിയിരുന്നു. വണ്ടി ഒരിടത്തും നിർത്തരുത് എന്നും ഒരിക്കലും സ്വർണം അവരുടെ കയ്യിൽ പെടരുത് എന്നും വീണ്ടും മുന്നറിയിപ്പ് കൊടുത്ത് ഒരു തോക്കും നൽകി നിക്കോളായ് ഹെൻറിക്കൊപ്പം ബെർഗയെ അവസാനത്തെ ട്രക്കിൽ കയറ്റി അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ ആ ട്രക്ക് ആ തെരുവ് വിടും മുന്നേ തന്നെ ജർമ്മൻ സൈന്യം അവിടേക്ക് എത്തിയിരുന്നു. സൈന്യത്തെ അവിടേക്ക് നയിച്ചത് മേജർ ഓട്ടോ സ്റ്റോൾമാൻ ആയിരുന്നു. അയാളുടെയും സൈന്യത്തിൻ്റെയും സംശയത്തിന് ഇട കൊടുക്കാതെ ഹെൻറി സാവധാനം ആ ട്രക്ക് അവർക്ക് മുന്നിലൂടെ തന്നെ ഓടിച്ചു കൊണ്ടുപോയി. ഇതേ സമയം തന്നെ പട്ടാളത്തിൻ്റെ പിടിയിലാവും മുന്നേ ഓസ്കർ ഹസ്ലൻഡിൻ്റെ കാറിൽ കയറി കഴിഞ്ഞിരുന്നു. സെൻട്രൽ ബാങ്ക് ഡയറക്ടർ നിക്കോളായെ ജർമ്മൻ സൈന്യം ചോദ്യം ചെയ്ത് തുടങ്ങിയെന്നും സ്വർണം മുഴുവൻ ലിലിഹാമറിലേക്ക് സുരക്ഷിതമായി പുറപ്പെട്ടു കഴിഞ്ഞുവെന്നും അയാൾക്ക് വിവരം ലഭിച്ചു. ബാങ്കിലാകട്ടെ ആദ്യം നിക്കോളായ് ലോക്കറിന്റെ താക്കോൽ നൽകാൻ തയ്യാറായില്ല എങ്കിലും ഓട്ടോയുടെ ഭീഷണിക്ക് മുന്നിൽ അയാൾ വഴങ്ങി. പക്ഷേ താക്കോലുമായി ലോക്കറിനുള്ളിലേക്ക് കയറിയപ്പോഴാണ് തങ്ങൾ വൈകിപ്പോയി എന്നും സ്വർണമെല്ലാം ഇതിനോടകം തന്നെ അവർ മാറ്റിയെന്നും ഓട്ടോയ്ക്ക് മനസ്സിലായത്. മറ്റൊരിടത്ത് സ്വർണവുമായി ട്രക്കുകൾ മുന്നോട്ട് പോകുമ്പോൾ നഗരത്തിൽ നിന്ന് രക്ഷപ്പെടാനായി പലരും ആ വാഹനങ്ങളിലേക്ക് കയറാൻ ശ്രമിച്ചുവെങ്കിലും ബെർഗയ്ക്ക് തോക്ക് ചൂണ്ടി അവരെയെല്ലാം ഇറക്കി വിടേണ്ടി വന്നു. ഇതേ സമയം തന്റെ രാജ്യം അപകടത്തിലാണ് എന്ന് കണ്ട് കവി നോർദൽ ഗ്രേഗ് അടുത്തുള്ള നോർവീജിയൻ പട്ടാള ക്യാമ്പിലേക്ക് എത്തിയിരുന്നു. നോർവേയുടെ ആരാധനാപാത്രമായ കവി അവിടേക്ക് വന്നത് കണ്ട് പട്ടാളക്കാർ അയാളോട് ഓട്ടോഗ്രാഫ് ചോദിച്ചു. പക്ഷേ അയാൾ അവിടേക്ക് വന്നത് പട്ടാളത്തിൽ റീജോയിൻ ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഗ്രേഗ് ഒരു കവിയാകും മുന്നേ ഒരു സൈനികനായിരുന്നു. അങ്ങനെ അന്ന് അർദ്ധരാത്രിയോടെ സ്വർണവുമായി ട്രക്കുകൾ ലില്ലിഹാമറിലേക്കെത്തി. സമയമൊട്ടും പാഴാക്കാതെ സെൻട്രൽ ബാങ്കിന്റെ അവിടുത്തെ ശാഖയിലെ ലോക്കറിൽ അവർ ആ സ്വർണം മുഴുവൻ സുരക്ഷിതമാക്കി. തിരികെ ഓസ്ലോയിലേക്ക് പോകാനായി ഹെൻറിയെ ബെർഗെ അവിടെ എല്ലാം തിരഞ്ഞുവെങ്കിലും അയാളെ അവിടെ എങ്ങും കാണാനുണ്ടായിരുന്നില്ല. ബാക്കി ട്രക്കുകളെല്ലാം തിരിച്ച് ഓസ്ലോയിലേക്ക് പുറപ്പെടുമ്പോൾ ബെർഗെ അവരുടെ ട്രക്കിൽ ഹെൻറിയെ കാത്തിരുന്നു. മറ്റൊരിടത്ത് ഓസ്കാറിനെയുമായി ഹസ്ലൻഡ് ഗവൺമെന്റ് സേഫ് ഹൗസിലേക്ക് എത്തിയിരുന്നുവെങ്കിലും തൻ്റെ കുടുംബം ഇപ്പോൾ എവിടെ എത്തിയെന്ന് അയാൾ ഭയപ്പെട്ടു. സ്വീഡനിലേക്ക് പുറപ്പെട്ട അവരെ ബന്ധപ്പെടാനായി ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് വീണ്ടും അവർ യാത്ര തിരിക്കുമ്പോഴാണ് ഓസ്കാർ ചില കാര്യങ്ങൾ ഹസ്ലൻഡിനോട് പറയുന്നത്. ലിലിഹാമറിൽ എന്നല്ല നോർവേയിൽ എവിടെയാണെങ്കിലും സ്വർണം സുരക്ഷിതമല്ല. ആ സ്വർണമെങ്ങാനും നഷ്ടപ്പെട്ടാൽ പിന്നെ നോർവേക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവില്ല. ഇത് പറഞ്ഞ് സ്വർണം അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനുള്ള ചുമതല ഓസ്കർ ഏൽപ്പിക്കുന്നത് ഹസ്ലൻഡിനെയാണ്. കാരണം അയാളോളം ഓസ്കർ ആരെയും വിശ്വസിച്ചിരുന്നില്ല. ആവശ്യമുള്ള പട്ടാളക്കാരെ ഇവിടേക്ക് പറഞ്ഞയക്കാമെന്നും ഓണ്ടാളിന് സ്ഥിരത്ത് നങ്കൂരമിട്ടിരിക്കുന്ന ബ്രിട്ടീഷ് കപ്പലിലേക്കാണ് സ്വർണം എത്തിക്കേണ്ടത് എന്നും പറഞ്ഞ് ഒരു കത്തും നൽകി ഓസ്കർ അയാളെ ബാങ്കിന് മുന്നിലിറക്കി. സ്വർണത്തെക്കുറിച്ചും രാജാവിൻ്റെ സുരക്ഷയെക്കുറിച്ചും സംസാരിക്കുവാനായി ബ്രിട്ടീഷ് സൈന്യവുമായി തനിക്ക് ചർച്ച ആരംഭിക്കേണ്ടതുണ്ട് എന്നും പറഞ്ഞ് ഓസ്കർ അവിടെ നിന്ന് പോയി. പക്ഷേ വെറുമൊരു കത്തുമായി രാജ്യത്തിന്റെ സ്വർണം മുഴുവൻ തന്നെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു വന്ന ഹസ്ലൻഡിനെ വിശ്വസിക്കാൻ ബാങ്ക് അധികാരിയായിരുന്ന ആന്ത്രേസ് ലാൻഡ് തയ്യാറായില്ല. ഡയറക്ടർ നിക്കോളായ് നേരിട്ട് വിളിച്ചു പറയാതെ സ്വർണം കൈമാറാൻ പറ്റില്ല എന്നാണ് ലാൻഡ് പറഞ്ഞത്. കാര്യങ്ങളുടെ ഗുരുതരാവസ്ഥ അയാൾക്ക് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് ഹസ്ലൻഡിന് മനസ്സിലായി. ഇതേ സമയം ഓസ്ലോയിൽ നിക്കോളായെ ജർമ്മൻ സൈന്യം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എത്ര ചോദിച്ചിട്ടും മർദ്ദിച്ചിട്ടും സ്വർണം എവിടേക്കാണ് കൊണ്ടുപോയത് എന്ന് പറയാൻ അയാൾ തയ്യാറായില്ല. പക്ഷെ അപ്പോഴാണ് നാസി അനുഭാവികളായ 2 കുട്ടികൾ ഓട്ടോയെ കാണാൻ അവിടേക്ക് എത്തുന്നത്. ബാങ്കിലെ ക്ലർക്ക് ട്രക്ക് ഡ്രൈവറോട് ലില്ലിഹാമറിലേക്ക് പോകുന്നതിനെ കുറിച്ച് പറയുന്നത് കേട്ടു എന്ന് ആ കുട്ടികൾ ഓട്ടോയെ അറിയിച്ചു. ഹെൻറി ട്രക്കിൽ കയറ്റാതെ ആട്ടിയകറ്റിയ കുട്ടികളായിരുന്നു അവരിരുവരും. സ്വർണം എവിടേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്ന് ഓട്ടോയ്ക്ക് മനസ്സിലായി. ഇതേ സമയം ലില്ലിഹാമറിൽ ഓസ്കറിനെ ഹസ്ലൻഡ് ഫോണിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നുവെങ്കിലും അയാൾക്കതിന് കഴിഞ്ഞില്ല. പക്ഷേ അല്പസമയത്തിന് ശേഷം ഹസ്ലൻഡിനെ തേടി നിനി അവിടേക്കെത്തി. ഓസ്ലോ ജർമ്മൻ സൈന്യം പിടിച്ചെടുത്തുവെന്നും ഈ ദൗത്യത്തിൽ തനിക്കും പങ്കുചേരണമെന്നും നിനി അയാളെ അറിയിച്ചു. പക്ഷേ ആദ്യം അയാൾ സമ്മതിച്ചില്ല എങ്കിലും നിനിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ അയാൾ സമ്മതിച്ചു. മാത്രമല്ല നിനിയും മുൻപ് പട്ടാളത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഓണ്ടാളിന് സ്ഥിരം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തി
ബ്രിട്ടീഷുകാരോട് സംസാരിക്കാനുള്ള ചുമതല നിനി സ്വയം ഏറ്റെടുത്തു. അങ്ങനെ നിനി വേഗം തന്നെ ഓണ്ടാൽനെസ്സിലേക്ക് പുറപ്പെട്ടു. പക്ഷേ അപ്പോഴും സ്വർണമെടുക്കാൻ ലാൻഡ് സമ്മതിച്ചിരുന്നില്ല. എങ്കിലും താൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അതിനു മുന്നേ തന്നെ ഹസ്ലൻഡ് ചെയ്യാൻ ആരംഭിച്ചു. സ്വർണത്തിന്റെ കണക്കുകൾ രേഖപ്പെടുത്താനുള്ള കടലാസുകൾ അയാൾ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. ശേഷം അയാൾ വീണ്ടും ലാൻഡിനെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിച്ചു. ഫിനാൻസ് മിനിസ്റ്റർ എന്നെ നേരിട്ട് ഏൽപ്പിച്ച ചുമതലയാണ്. വൈകും തോറും ഈ സ്വർണമെല്ലാം ജർമ്മൻ പട്ടാളം പിടിച്ചെടുക്കാനുള്ള സാധ്യത കൂടുകയുള്ളൂ. പക്ഷേ ഹസ്ലൻഡ് ഇതെല്ലാം പറഞ്ഞിട്ടും ലോക്കർ തുറക്കാൻ ലാൻഡ് തയ്യാറായില്ല. അയാൾക്ക് നിക്കോളയിൽ നിന്ന് നേരിട്ട് ഉത്തരവ് വേണമായിരുന്നു. ഇതേ സമയം തന്നെ ഓസ്കർ പറഞ്ഞ മിലിറ്ററി എസ്കോട്ട് ബാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. മേജർ ബിയോൺസുണ്ടെ നയിച്ച സംഘത്തിൽ ഗ്രേഗും ഉണ്ടായിരുന്നു. അപ്പോഴാണ് രാത്രി ബാറിൽ മദ്യപിച്ചുറങ്ങിപ്പോയ ഹെൻറി അവിടേക്ക് തിരിച്ചെത്തുന്നത്. മടങ്ങിപ്പോകാൻ വരട്ടെ, നിങ്ങളുടെ ട്രക്കുകൾ ആവശ്യമുണ്ടോ എന്ന് മേജർ ഹെൻറിയോട് പറഞ്ഞു. വീണ്ടും ആ ദൗത്യം ഏറ്റെടുക്കാൻ ഹെൻറി തയ്യാറായിരുന്നുവെങ്കിലും പിന്നെയും ഭയന്ന സ്വർണവുമായി ഒരു യാത്ര കൂടി ചെയ്യേണ്ടി വരുമല്ലോ എന്നോർത്ത് ബെർഗെ നിരാശനായി. ശേഷം മേജർ ഹസ്ലൻഡിനടുത്തേക്കെത്തി. ഓണ്ടാൽനെസ്സിലേക്കുള്ള ട്രെയിൻ സ്റ്റേഷനിൽ തയ്യാറാണ് എന്നും സ്വർണം എത്രയും വേഗം നമുക്ക് സ്റ്റേഷനിലേക്ക് എത്തിക്കണമെന്നും അയാൾ ഹസ്ലൻഡിനോട് പറഞ്ഞു. പക്ഷേ അപ്പോഴാണ് സ്വർണം ഇതുവരെയും വിട്ടുതരാൻ ലാൻഡ് തയ്യാറായില്ല എന്ന് ഹസ്ലൻഡ് അയാളോട് പറഞ്ഞത്. മേജർ വേഗം തന്നെ ലാൻഡിനോട് സംസാരിച്ചുവെങ്കിലും അപ്പോഴും അയാൾ ലോക്കർ തുറക്കാനോ അതിൻ്റെ കോമ്പിനേഷൻ പറഞ്ഞു കൊടുക്കാനോ തയ്യാറായില്ല. ബാങ്കിന്റെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ മിലിറ്ററിക്ക് അവകാശമില്ല എന്നയാൾ പറഞ്ഞപ്പോൾ മേജർ ശബ്ദം ഘടിപ്പിച്ചു. വേണമെങ്കിൽ നിങ്ങളെയെല്ലാം വെടിവെച്ചിട്ട് ഈ ലോക്കർ തകർത്ത് സ്വർണമെല്ലാം എടുക്കാൻ ഞങ്ങൾക്കറിയാത്തത് കൊണ്ടല്ല. പക്ഷേ ഇപ്പോൾ രാജ്യം വലിയൊരു ശത്രുവിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ നമ്മുടെ ഈ രാജ്യത്തിന് ഭാവി ഉണ്ടാവൂ. മേജർ ഇത് പറഞ്ഞപ്പോൾ ലാൻഡിന്റെ മനസ്സ് മാറി. ലോക്കർ തുറക്കാൻ അയാൾ സമ്മതിച്ചു. അങ്ങനെ ഒടുവിൽ അയാൾ ഹസ്ലൻഡിനും സൈന്യത്തിനും ലോക്കർ തുറന്നു കൊടുത്തു. ഇതേ സമയം തന്നെ ഓട്ടോയും സംഘവും ലിലി ഹാമറിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. ബാങ്കിലാകട്ടെ അവർ കഴിയുന്നത്ര വേഗത്തിൽ ട്രക്കുകൾ കണ്ടെത്തി സ്വർണമെല്ലാം അതിലേക്ക് നിറച്ചപ്പോഴേക്കും സമയം രാത്രിയായിരുന്നു. എങ്കിലും പിന്നീട് ഒരുപാട് വൈകാതെ സ്വർണവുമായി അവർ ട്രെയിൻ സ്റ്റേഷനിലേക്കെത്തി. ജർമ്മൻ സൈന്യം ഡോംബസിലേക്ക് എത്തിയതായി വിവരം ലഭിച്ചിട്ടുണ്ട് എന്നും എത്രയും വേഗം പെട്ടികളെല്ലാം ട്രെയിനിൽ കയറ്റണമെന്നും മേജർ ഹസ്ലൻഡിനെ അറിയിച്ചു. പക്ഷേ പെട്ടെന്ന് സ്വർണം മുഴുവൻ ട്രെയിനിൽ കയറ്റാൻ കഴിയുമായിരുന്നില്ല. ബാങ്കിൽ നിന്ന് പുറപ്പെട്ട ഓരോ പെട്ടിയും അവർ ട്രെയിനിൽ കയറ്റിയെന്നും ഒന്നുപോലും മാറിപ്പോയിട്ടില്ല എന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ടായിരുന്നു. ട്രെയിനിൽ കയറ്റുന്ന ഓരോ പെട്ടിയുടെയും സീരിയൽ നമ്പർ നോക്കി ഹസ്ലൻഡ് അതെല്ലാം തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിപ്പോൾ പ്രധാനപ്പെട്ടതാണോ എന്ന് മേജർ അയാളോട് ചോദിച്ചു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഹസ്ലൻഡ് മറുപടി പറഞ്ഞു. ഇതോടെ മേജർ ഹെൻറിക്കും ബെർഗയ്ക്കും അടുത്തേക്കെത്തി നമുക്ക് പോകാനുള്ള പാതയിൽ ജർമ്മൻ സാന്നിധ്യം ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യപ്പെട്ടു. ശത്രുക്കളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ ഉടൻ തന്നെ സൂചന നൽകണമെന്ന് ഇരുവരെയും പറഞ്ഞേൽപ്പിച്ചു. ഹെൻറിയും ബെർഗയും വേഗം തന്നെ ഒരു റെയിൽവേ ട്രോളിയിൽ ട്രെയിൻ പോവേണ്ട പാളത്തിലൂടെ സഞ്ചരിക്കാൻ ആരംഭിച്ചു. പിന്നെയും സമയം ഏറെ കടന്നുപോയി. ഹസ്ലൻഡ് ഇതിനോടകം തന്നെ കണക്കെടുപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. കൃത്യം 1503 പെട്ടികളിൽ സ്വർണ്ണക്കട്ടിയും 39 ബാരലുകളിൽ സ്വർണ്ണ നാണയങ്ങളും ഉൾപ്പെടെ 52 ടൺ സ്വർണം കൃത്യമായി അവർ ട്രെയിനിൽ കയറ്റിയെന്ന് ഉറപ്പുവരുത്തി ഹസ്ലൻഡ് ആ രേഖകൾ ലാൻഡിനെ കൊണ്ട് ഒപ്പുവെപ്പിച്ചു. പക്ഷേ ട്രെയിൻ പുറപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് ആകാശത്തൊരു വിമാനത്തിന്റെ ശബ്ദം അവർ കേൾക്കുന്നത്. ഇതിനോടകം തന്നെ ഒരു ജർമ്മൻ വിമാനം അവിടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. പക്ഷേ താഴെയുള്ള ട്രെയിനിലാണ് സ്വർണമുള്ളത് എന്ന് അവർക്കറിയുമായിരുന്നില്ല. സമയം പാഴാക്കാതെ ഹസ്ലൻഡ് ഉൾപ്പെടെ എല്ലാവരും ട്രെയിനിൽ കയറുകയും വേഗം തന്നെ അത് പുറപ്പെടുകയും ചെയ്തു. പക്ഷേ അവരെ പറഞ്ഞയച്ച് ലാൻഡ് ബാങ്കിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും ഓട്ടോയും സംഘവും അവിടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ഇതേ സമയം ഹെൻറിയും ബെർഗയും ഒരുപാട് ദൂരം മുന്നിലേക്ക് എത്തിയിരുന്നു. ട്രോളിയിൽ അങ്ങനെ പോകുന്നതിനിടയ്ക്കാണ് ആ റെയിൽപാതയിൽ ആരോ നിൽക്കുന്നതായി ഇരുവർക്കും തോന്നിയത്. വേഗം തന്നെ അവർ ആ ട്രോളി അവിടെ നിർത്തി. ഹെൻറി പതിയെ ഇറങ്ങി അവിടേക്ക് നടക്കുമ്പോഴാണ് മരിച്ച ഒരു ജർമ്മൻ സൈനികന്റെ ശരീരമാണത് എന്നവർ തിരിച്ചറിഞ്ഞത്. മുകളിലെ പാലത്തിൽ നിന്ന് പാരച്യൂട്ടിന്റെ വള്ളിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു അത്. പക്ഷേ അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അയാൾ ഹെൻറിയെ പിടിക്കാൻ നോക്കിയപ്പോൾ ഹെൻറി കുതറി മാറിയതും ഒരു ഹാൻഡ് ഗ്രനേഡ് ആ പട്ടാളക്കാരന്റെ ദേഹത്ത് നിന്ന് താഴേക്ക് വീണു. ഹെൻറി അവിടെ നിന്ന് ഓടി മാറിയതും ഗ്രനേഡ് പൊട്ടിത്തെറിച്ചു. ഇതേ സമയം തന്നെ അവർക്ക് പിന്നാലെ ഉണ്ടായിരുന്ന ട്രെയിനിലിരുന്ന്
ഹസ്ലൻഡും സംഘവും ഇത് കേട്ട് കഴിഞ്ഞിരുന്നു. എല്ലാവരും അലർട്ടായിരിക്കാൻ മേജർ പട്ടാളക്കാർക്ക് ഉത്തരവ് കൊടുത്തു. ട്രെയിൻ അവിടേക്ക് എത്തുമ്പോഴേക്കും ഹെൻറിയെയും ബെർഗയെയും കുറച്ച് നോർവീജിയൻ പട്ടാളക്കാർ പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു. സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടാണ് ആ പട്ടാളക്കാർ അവിടേക്ക് എത്തിയത്. ഞങ്ങളൊരു രഹസ്യ ദൗത്യത്തിലാണ് എന്നും ഇവർ ഇരുവരും ഞങ്ങൾക്കൊപ്പമുള്ളവരാണ് എന്നും ഹസ്ലൻഡ് അവരോട് പറഞ്ഞു. എന്തായാലും വേഗം തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ടുകൊള്ളാനാണ് പട്ടാളക്കാർ അവരോട് പറഞ്ഞത്. കാരണം ആ പ്രദേശത്ത് ജർമ്മൻ സൈനികരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. 2 ജർമ്മൻ സൈനികരെ അവർ ഇതിനോടകം തന്നെ വധിച്ചിരുന്നു. മാത്രമല്ല പ്രദേശത്തു കൂടി അനേകം ജർമ്മൻ വിമാനങ്ങളും പറക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ടതോടെ ജർമ്മൻ വിമാനങ്ങളുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ പകൽ യാത്ര ഒഴിവാക്കി ഹസ്ലൻഡും സംഘവും ട്രെയിൻ അടുത്തുള്ളൊരു തുരങ്കത്തിൽ ഒളിപ്പിച്ചു. പക്ഷേ ഇതേ സമയം തന്നെ സ്വർണം ട്രെയിനിലാണ് കടത്തുന്നതെന്നും ബ്രിട്ടീഷുകാരുടെ സഹായം അവർ തേടിയിട്ടുണ്ടെന്നും മേജർ ഓട്ടോ മനസ്സിലാക്കിയിരുന്നു. ബ്രിട്ടീഷ് കപ്പലുകളിൽ ആ സ്വർണം കയറ്റപ്പെട്ടാൽ പിന്നെ അത് തങ്ങൾക്ക് ലഭിക്കില്ല എന്ന് അയാൾക്കറിയാമായിരുന്നു. മറ്റൊരു വശത്ത് ഇരുട്ട് വീണ് തുടങ്ങിയതോടെ ഹസ്ലൻഡും സംഘവും വീണ്ടും യാത്ര തുടർന്നു. മുന്നോട്ടുള്ള പ്രദേശങ്ങളിൽ ജർമ്മൻ പ്ലെയിനുകളുടെ സാന്നിധ്യം ഇല്ലാതിരുന്നതോടെ അവർ അടുത്ത പകലും എങ്ങും നിർത്താതെ മുന്നോട്ട് തന്നെ പോയി. അങ്ങനെ പോകുന്നതിനിടയ്ക്കാണ് അവർക്ക് മുന്നിൽ കുറച്ച് സൈനികരെ അവർ കാണുന്നത്. ജർമ്മൻകാരാണത് എന്ന് കരുതി അവർ എന്തിനും തയ്യാറെടുക്കുമ്പോഴാണ് നിനിയോടൊപ്പം അവിടേക്ക് വന്ന ബ്രിട്ടീഷ് പട്ടാളമാണത് എന്ന് അവർക്ക് മനസ്സിലായത്. നിനി ഇതിനോടകം തന്നെ ബ്രിട്ടീഷുകാരോട് സംസാരിച്ച് ഓണ്ടാൽനസ് വരെയുള്ള പാത സുരക്ഷിതമാണെന്നും തീരത്ത് ബ്രിട്ടീഷ് കപ്പൽ തയ്യാറാണ് എന്നും ഉറപ്പുവരുത്തിയിരുന്നു. നിനി ഇത് പറഞ്ഞതോടെ എല്ലാവർക്കും വല്ലാത്ത ആശ്വാസമായി. സമാധാനിക്കാറായിട്ടില്ല. സ്വർണം കപ്പലിൽ കയറ്റുന്നവരെ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല എന്ന് ഹെൻറി ബെർഗയോട് പറഞ്ഞു. അങ്ങനെ ബ്രിട്ടീഷ് സൈനികരോട് യാത്ര പറഞ്ഞ് ഹസ്ലൻഡും സംഘവും ഓണ്ടാൽനസിലേക്ക് കുതിച്ചു. ഏകദേശം 2 മണിക്കൂർ നീളുന്ന യാത്രയ്ക്ക് ശേഷം അവർ അങ്ങനെ ഓണ്ടാൽനസ് തുറമുഖത്തേക്കെത്തി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവിടെ ആ ബ്രിട്ടീഷ് കപ്പൽ തയ്യാറായിരുന്നു. വീണ്ടും ഹസ്ലൻഡ് സ്വർണത്തിന്റെ കണക്കെടുക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഈ നേരമില്ലാത്ത നേരത്ത് ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് മേജർ അയാളോട് ചോദിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ നാടിന്റെ സമ്പത്ത് മറ്റൊരു രാജ്യത്തെ ഏൽപ്പിക്കുകയാണ്. എല്ലാത്തിനും വ്യക്തമായ കണക്കുണ്ടാവണം. രേഖകളെല്ലാം എനിക്ക് സെൻട്രൽ ബാങ്കിനെ ഏൽപ്പിക്കേണ്ടതുണ്ട് എന്ന് ഹസ്ലൻഡ് മറുപടി പറഞ്ഞു. അങ്ങനെ പെട്ടികൾ ഓരോന്നായി രേഖപ്പെടുത്തി അവർ ആ കപ്പലിലേക്ക് കയറ്റാൻ ആരംഭിച്ചു. പക്ഷേ ഇതിനോടകം തന്നെ ജർമ്മൻ വിമാനങ്ങൾ ആ തുറമുഖത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നുവെന്ന് അവർ ആരും തിരിച്ചറിഞ്ഞില്ല. കുറച്ചു പെട്ടികൾ കയറ്റിയപ്പോഴേക്കുമാണ് പെട്ടെന്ന് അവിടെ എയർ റെയ്ഡ് സൈറൻ മുഴങ്ങുന്നത്. ജർമ്മൻകാർ അവിടേക്ക് എത്തിയെന്ന് മനസ്സിലാക്കി അവർ വേഗം തന്നെ കപ്പലിലേക്ക് സ്വർണം കയറ്റുന്നത് നിർത്തി വേഗം തന്നെ അവർ ട്രെയിനിലേക്ക് തിരിച്ചു കയറ്റി. കപ്പലിൽ ഇതിനോടകം തന്നെ കയറ്റിയ സ്വർണത്തിന്റെ രേഖകളിൽ ബ്രിട്ടീഷ് കമാൻഡറെ കൊണ്ട് വേഗം തന്നെ ഹസ്ലൻഡ് ഒപ്പുവെപ്പിച്ചു. അപ്പോഴേക്കും ജർമ്മൻ വിമാനങ്ങൾ അവർക്ക് നേരെ വെടിയുതിർക്കാൻ തുടങ്ങിയിരുന്നു. വേഗം തന്നെ എല്ലാവരും ട്രെയിനിലേക്ക് തിരിച്ചു കയറി. വിമാനങ്ങൾ അവിടെ ചുറ്റിപ്പറന്ന് അവർക്ക് നേരെ വെടിയുതിർത്തുകൊണ്ടിരുന്നുവെങ്കിലും സമയം ഒട്ടും പാഴാക്കാതെ അവർ ട്രെയിൻ മുന്നോട്ടെടുത്തു. വിമാനങ്ങൾ തുരുതുരാ ബോംബ് വർഷിച്ചപ്പോൾ അവയുടെ ലക്ഷ്യം തെറ്റിയെങ്കിലും നിർഭാഗ്യവശാൽ അവയിലൊന്ന് ട്രെയിനിൽ തന്നെ പതിച്ചു. ഒരു ക്യാബിൻ തകർന്നുവെങ്കിലും ട്രെയിൻ പാളം തെറ്റിയില്ല. ബോംബുകൾ അടുത്തു വന്ന് പതിച്ചപ്പോൾ എല്ലാം അവസാനിച്ചുവെന്ന് അവർ കരുതി. ബെർഗയാകട്ടെ എനിക്കിത് താങ്ങാൻ കഴിയില്ല എന്ന് നിലവിളിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അപ്പോഴും ആ ട്രെയിൻ നീങ്ങിക്കൊണ്ടിരുന്നു. ക്യാബിനുകൾ കത്തിയിരിയുന്ന നിലയിൽ ആ ട്രെയിൻ നീങ്ങിയത് അടുത്തുള്ള പർവ്വതങ്ങൾക്ക് നടുവിലെ ആ റെയിൽപാതയിലേക്കാണ്. പർവ്വതങ്ങളാൽ മൂടിയ പ്രദേശത്തേക്ക് വിമാനങ്ങൾ കടന്നുവരില്ല എന്നവർക്കറിയാമായിരുന്നു. ഏറ്റവും അടുത്തുള്ള സ്റ്റേഷനിൽ തന്നെ നിർത്തി പെട്ടെന്ന് തന്നെ അവർ ക്യാബിനുകളുടെ തീ കെടുത്താൻ ആരംഭിച്ചു. ഭാഗ്യവശാൽ സ്വർണമുണ്ടായിരുന്ന ക്യാബിനുകളൊന്നും തകർന്നിരുന്നില്ല. ട്രെയിൻ ഇറങ്ങിയ ഉടൻ മേജർ ഹസ്ലൻഡിനടുത്തേക്കെത്തി വല്ലാതെ ചൂടായി. നിങ്ങൾ ആ പെട്ടികൾ എണ്ണാൻ നിന്നതാണ് ഇത്രയും സമയം വൈകാൻ കാരണം. എന്റെ പട്ടാളക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഉത്തരം പറയുമായിരുന്നോ? ഇത് യുദ്ധമാണ്. മനുഷ്യജീവനേക്കാൾ വിലപ്പെട്ടതല്ല നിങ്ങളുടെ സ്വർണ്ണപ്പെട്ടികൾ. പക്ഷേ താൻ എന്തിനാണ് ചെയ്തത് എന്ന് ബോധ്യമുണ്ടായിരുന്നിട്ടും ഹസ്ലൻഡ് അയാൾ പറഞ്ഞതെല്ലാം കേട്ടു നിന്നതേയുള്ളൂ. നിരാശനായി നിന്നിരുന്ന ഹസ്ലൻഡിനെ നിനി ആശ്വസിപ്പിച്ചു. പക്ഷേ അപ്പോഴും മറ്റൊരു പ്രശ്നമുണ്ടായിരുന്നു. ഓണ്ടാൽനസിലെ ബ്രിട്ടീഷ് കപ്പലിലേക്കുള്ള ഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു. ഇനി തങ്ങൾ ഈ സ്വർണം എന്താണ് ചെയ്യേണ്ടത് എന്നോ എവിടേക്കാണ് കൊണ്ടുചെല്ലേണ്ടതെന്നോ അറിയണമെങ്കിൽ ഓണ്ടാൽനസിലേക്ക് നേരിട്ട് പോയി ബ്രിട്ടീഷുകാരോട് സംസാരിച്ചേ മതിയാവൂവെന്നും താൻ പോയിക്കൊള്ളാമെന്നും നിനി പറഞ്ഞപ്പോൾ
അവരെ ഇനിയും അവിടേക്ക് പറഞ്ഞുവിടാൻ ഹസ്ലൻഡിന് ഭയമായിരുന്നു. മാത്രമല്ല തൻ്റെ ഭാര്യയും മകളും എവിടെയാണെന്ന് പോലും അയാൾക്കറിയില്ലായിരുന്നു. നിന്നെ കൂടി എനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ. ഈ പട്ടാളക്കാരോട് ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഹസ്ലൻഡ് പൊട്ടിക്കരയാൻ തുടങ്ങി. നമ്മളിതെല്ലാം ചെയ്യുന്നത് യുദ്ധം ജയിക്കാൻ വേണ്ടി മാത്രമല്ല, എൻ്റെയും നിൻ്റെയും ഈ പട്ടാളക്കാരുടെയും കുടുംബങ്ങളുടെയും കുട്ടികളുടെയും ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി കൂടിയാണ്. യുദ്ധത്തിന് ശേഷവും ഈ നാട് നിലനിൽക്കാൻ വേണ്ടിയാണ്. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എന്താണോ ചെയ്യേണ്ടത് അത് മാത്രമാണ് നീ ചെയ്തത് എന്ന് പറഞ്ഞ് നിനിയളെ ആശ്വസിപ്പിച്ചു. ശേഷം നിനി ഗ്രേഗിനൊപ്പം വീണ്ടും ബ്രിട്ടീഷുകാരുടെ അടുത്തേക്ക് പുറപ്പെട്ടു. അപ്പോഴും ഹസ്ലൻഡ് തൻ്റെ കുടുംബത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ സാധിച്ചില്ല. എങ്കിലും നിരാശനായിരിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കി അയാൾ വേഗം തന്നെ തൻ്റെ ജോലി തുടർന്നു. തകർന്ന ക്യാബിനുകൾ പട്ടാളക്കാരും ശരിയാക്കാൻ ആരംഭിച്ചു. ഹസ്ലൻഡും ബർഗയും ചേർന്ന് സ്വർണമെല്ലാം വീണ്ടും എണ്ണി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി. മേജർക്ക് ഇത് കണ്ട് വല്ലാതെ ദേഷ്യം വന്നുവെങ്കിലും ഇത്തവണ എതിർത്തൊന്നും അയാൾ പറഞ്ഞില്ല. രാത്രിയോടെ ഗ്രേഗും നീനയും ബ്രിട്ടീഷുകാർക്കടുത്ത് നിന്ന് മടങ്ങിയെത്തിയിരുന്നു. എല്ലാവർക്കുമുള്ള ഭക്ഷണവും അവർ അവിടേക്ക് കൊണ്ടുവന്നിരുന്നു. ബ്രിട്ടീഷുകാരുമായി അവർ ഇതിനോടകം സംസാരിച്ചിരുന്നു. മുന്നോട്ടുള്ള പദ്ധതികൾ എന്താണെന്ന് ഇവിടേക്ക് വിളിച്ചറിയിക്കാമെന്നും ഏത് നിമിഷവും ഒരു ഫോൺ കോൾ പ്രതീക്ഷിച്ചു കൊള്ളാനാണ് അവർ പറഞ്ഞത് എന്നും നീന ഹസ്ലൻഡിനെ അറിയിച്ചു. ഇതിനോടൊപ്പം മോൾഡിലേക്ക് കുറച്ച് പണം സുരക്ഷിതമായി എത്തിക്കാനുള്ള ചുമതലയും നീനയ്ക്ക് ലഭിച്ചിരുന്നു. സമയം വൈകിക്കാതെ നീന വേഗം തന്നെ മോൾഡിലേക്ക് പുറപ്പെട്ടു. എല്ലാം ശരിയാകുമെന്നൊരു പ്രതീക്ഷ ഹസ്ലൻഡിനുണ്ടായി. ശരിക്കും അക്കൂട്ടത്തിൽ ഏറ്റവും ഭയന്നിരുന്നത് ബർഗയായിരുന്നു. ബാങ്കിൽ സുരക്ഷിതമായ ക്ലർക്കിന്റെ ജോലി ചെയ്തിരുന്ന തനിക്ക് ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുമെന്ന് അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ബർഗ ഇങ്ങനെ പേടിച്ചിരിക്കുന്ന കണ്ടപ്പോ ഹെൻറി അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. നമ്മോടൊപ്പം കാര്യങ്ങൾക്കെല്ലാം മുൻകൈയെടുത്ത് നിൽക്കുന്നത് സ്വന്തം കുടുംബത്തിനും കുട്ടികൾക്കും ഒപ്പമായിരിക്കേണ്ട നിനിയാണ്. അവരൊരു സ്ത്രീയാണ്. തൻ്റെ സുരക്ഷിതവും ആർഭാടം നിറഞ്ഞതുമായ ജീവിതം ഉപേക്ഷിച്ച് ഒരാപൽഘട്ടത്തിൽ സ്വമേധയാ പട്ടാളത്തിൽ ചേരാൻ തയ്യാറായ ഗ്രേഗിനെ നീ മറന്നുപോയോ? അയാൾ എത്ര പ്രശസ്തനാണെന്ന് നിനക്കറിയില്ലേ? ഇവർ മാത്രമല്ല, ഇവിടെയുള്ള പട്ടാളക്കാരും ഈ ജോലി ചെയ്യുന്നത് ഭയമില്ലാഞ്ഞിട്ടല്ല, നമ്മുടെ നാടിനു വേണ്ടിയാണിത് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ്. അങ്ങനെ ആ രാത്രിയും കടന്നുപോയി. പിറ്റേന്ന് രാവിലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഫോൺ കോൾ അവിടേക്കെത്തി. മോൾഡ് തീരത്ത് നിന്ന് HMS ഗ്ലാസ്കോ എന്ന ബ്രിട്ടീഷ് കപ്പലിൽ നോർവേ രാജാവ് ബ്രിട്ടനിലേക്ക് പുറപ്പെടുന്നുണ്ട്. ആ അവസാനത്തെ കപ്പൽ തീരം വിടും മുൻപ് സ്വർണമെല്ലാം കപ്പലിൽ കയറ്റണമെന്നായിരുന്നു ബ്രിട്ടീഷുകാരുടെ സന്ദേശം. പക്ഷേ ഇതേ സമയം തന്നെ ട്രെയിനുള്ളത് എവിടെയാണെന്ന് മനസ്സിലാക്കി ഓട്ടോയും സംഘവും അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഹസ്ലൻഡ് തിരിച്ചറിഞ്ഞില്ല. മോൾഡ് തീരത്തേക്ക് ട്രെയിൻ പോകാത്തത് കൊണ്ട് തന്നെ സ്വർണമെല്ലാം ട്രക്കുകളിൽ വേണമായിരുന്നു അവിടേക്ക് എത്തിക്കാൻ. അതുകൊണ്ട് തന്നെ അടുത്തുള്ള പട്ടണത്തിൽ നിന്ന് ട്രക്കുകൾ കണ്ടെത്തിക്കൊണ്ടുവരാൻ മേജർ തൻ്റെ സൈനികർക്ക് ഉത്തരവ് നൽകി. ആവശ്യം അറിയിച്ചപ്പോൾ ട്രക്കുകളുമായി വരാൻ ആ പട്ടണത്തിലെ ഡ്രൈവർമാർ ആരും വിസമ്മതിച്ചില്ല. അങ്ങനെ അതിവേഗത്തിൽ 10 ട്രക്കുകളും ഒരു ചെറിയ ബസ്സും സ്റ്റേഷനിലേക്കെത്തി. വീണ്ടും ഹസ്ലൻഡ് കണക്കെടുക്കാൻ തുടങ്ങുന്നത് കണ്ടപ്പോൾ മേജർക്ക് നിയന്ത്രണം നഷ്ടമായി. നിങ്ങളെന്താ എല്ലാവരെയും കൊലയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചോ? നമുക്കൊട്ടും സമയമില്ല. എത്രയും വേഗം പെട്ടികൾ ട്രക്കിൽ കയറ്റാൻ മേജർ ആവശ്യപ്പെട്ടു. കണക്കെടുത്ത ശേഷം മാത്രമേ പെട്ടികൾ കയറ്റൂവെന്ന് ഹസ്ലൻഡും ഇത്തവണ വാശി പിടിച്ചു. മേജറും വിട്ടുകൊടുക്കാതായതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ പട്ടാളക്കാർ ആശയക്കുഴപ്പത്തിലായി. ഈ സമയത്താണ് ഗ്രേഗ് അതിലിടപെടുന്നത്. ബ്രിട്ടീഷുകാരുടെ കപ്പലിൽ നമ്മൾ എത്ര സ്വർണം കയറ്റിയെന്നും ജർമ്മൻകാരുടെ ആക്രമണത്തിൽ നമുക്ക് സ്വർണമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുള്ളതും ഹസ്ലൻഡ് അയാളിൽ ഏൽപ്പിക്കപ്പെട്ട ചുമതല കൃത്യമായി നിർവഹിച്ചതുകൊണ്ടാണ്. മരണഭയം ഉണ്ടായിട്ടും അയാൾ തൻ്റെ ചുമതലകൾ കൃത്യമായി ചെയ്യുന്നു. നമ്മുടെ നാടിനു വേണ്ടിയാണത് എന്ന ബോധ്യം അയാൾക്കുള്ളതുകൊണ്ടാണത്. നമ്മളും നമ്മുടെ നാടിനു വേണ്ടിയാണ് ഈ ദൗത്യം ഏറ്റെടുത്തത്. നമുക്കത് വിട്ടുവീഴ്ച കൂടാതെ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് ഗ്രേഗ് ഒരു പെട്ടിയുമായി ഹസ്ലൻഡിനടുത്തേക്ക് എത്തി പെട്ടി രേഖപ്പെടുത്തി. അയാൾ പറഞ്ഞത് ശരിയാണെന്ന് മേജറും തിരിച്ചറിഞ്ഞു. പിന്നാലെ ആ സൈനികർ വേഗത്തിൽ ഓരോ പെട്ടിയും രേഖപ്പെടുത്തി ട്രക്കുകളിലേക്ക് കയറ്റാൻ ആരംഭിച്ചു. ഓരോ ട്രക്കും നിറയുന്നതിനനുസരിച്ച് അവ പുറപ്പെട്ടു തുടങ്ങി. ജോലിയെല്ലാം അങ്ങനെ പൂർത്തിയാകുമ്പോഴേക്കും ജർമ്മൻകാരിവിടേക്ക് അടുക്കുന്നുണ്ട് എന്ന വിവരം സ്റ്റേഷൻ മാസ്റ്റർ അവരെ അറിയിച്ചു. പിന്നെ ഒട്ടും വൈകിയില്ല. ശേഷിച്ച സ്വർണവുമായ ആ ബസ്സിൽ ഹസ്ലൻഡും സംഘവും പുറപ്പെട്ടു.
അവർ പുറപ്പെട്ട് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓട്ടോയും സംഘവും അവിടേക്ക് എത്തിയെങ്കിലും ആ ട്രെയിൻ കാലിയായിരുന്നു. ഉടൻ തന്നെ ചരക്കുമായി പോകുന്ന ട്രക്കുകളെല്ലാം പരിശോധിക്കണമെന്ന് ഓട്ടോ സൈന്യത്തിന് നിർദ്ദേശം കൊടുത്തു. പക്ഷേ ഈ സാധ്യത മുൻകൂട്ടി മനസ്സിലാക്കി ഹസ്ലൻഡ് പദ്ധതിയിട്ടത് ഫെറി വഴി ട്രക്കുകൾ ജർമ്മൻ സൈന്യം ഇല്ലാത്തിടത്തേക്ക് എത്തിക്കാനായിരുന്നു. എന്നാൽ ഫെറി ഡോക്കിലേക്ക് പോകുന്ന വഴി ആ ബസിന്റെ ചക്രങ്ങൾ ചെളിയിൽ താഴ്ന്നു പോകുന്നുണ്ട്. എല്ലാവരും ചേർന്ന് എത്ര പരിശ്രമിച്ചിട്ടും ചക്രങ്ങൾ കുഴിയിൽ നിന്ന് കയറിയില്ല. മറ്റു മാർഗങ്ങളില്ലാതെ അവർ അവിടെ കണ്ടൊരു കർഷകന്റെ സഹായം തേടി. ആവശ്യം മനസ്സിലാക്കിയാൽ തന്റെ 2 കുതിരകളെയും ഹസ്ലൻഡിനും സംഘത്തിനും വിട്ടു നൽകി. കുതിരകൾ രണ്ടും ചേർന്ന് വലിച്ചപ്പോൾ മാത്രമാണ് വാഹനം ആ കുഴിയിൽ നിന്ന് മുകളിലേക്ക് കയറിയത്. സമയമൊട്ടും പാഴാക്കാതെ അയാളോട് നന്ദി പറഞ്ഞവർ വീണ്ടും യാത്ര തുടർന്നു. ഫെറി ഡോക്കിലേക്ക് അവർ എത്തുമ്പോഴേക്കും 18 ട്രക്കുകളും അക്കരെ കടന്നു കഴിഞ്ഞിരുന്നു. പക്ഷേ ഹെൻറിയും ബെർഗയും സഞ്ചരിച്ച ട്രക്ക് മാത്രം അവിടേക്ക് വന്നില്ല. കാരണം അവരുടെ വണ്ടി വഴിയിൽ കേടായി നിന്നു പോയിരുന്നു. ബസ് ഫെറിയിലേക്ക് കയറുമ്പോഴും ഹെൻറിയും ബെർഗയും ട്രക്ക് ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവർ കൂടി വരാതെ തങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഹസ്ലൻഡും സംഘവും പുറപ്പെടാതെ അവസാന ട്രക്കിനായി കാത്തിരുന്നു. പക്ഷേ ട്രക്ക് ശരിയാക്കി ഹെൻറിയും ബെർഗയും അവിടേക്ക് എത്തുമ്പോഴേക്കും ഏകദേശം 1 മണിക്കൂറോളം കടന്നുപോയിരുന്നു. ഓട്ടോയാകട്ടെ റോഡിലെ ആ കുഴിയിൽ വണ്ടിച്ചക്രം താണുപോയത് കണ്ട് ഫെറിയിലേക്കാണ് അവർ പോയത് എന്ന് തിരിച്ചറിഞ്ഞു. ഹെൻറിയുടെ വണ്ടി അവിടേക്ക് എത്തുമ്പോഴേക്കും ജർമ്മൻ വിമാനങ്ങളും ഓട്ടോയുടെ സംഘവും ഫെറി ഡോക്കിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് തന്നെ വിമാനത്തിൽ നിന്ന് വെടിയുതിർക്കാൻ തുടങ്ങിയെങ്കിലും അത് വകവയ്ക്കാതെ ഹെൻറി ട്രക്ക് ഫെറിയിലേക്ക് കയറ്റി. ഓട്ടോയും സംഘവും അവർക്ക് നേരെ വെടിവെച്ചുവെങ്കിലും ഫെറി ഡോക്കിൽ നിന്ന് അവർ മുന്നോട്ട് പോവുക തന്നെ ചെയ്തു. ചുറ്റും നിന്നും വെടിയുണ്ടകൾ പാഞ്ഞു വരുമ്പോഴും അതൊന്നും ആ മനുഷ്യരെ സ്പർശിച്ചില്ല. ദൈവം തങ്ങളുടെ പക്ഷത്താണ് എന്ന് ഹസ്ലൻഡിനും സംഘത്തിനും തോന്നിപ്പോയി. ജർമ്മൻ വിമാനങ്ങൾ അവർക്കുമേൽ ചുറ്റിത്തിരിഞ്ഞുവെങ്കിലും അവ ബോംബ് വർഷിച്ചില്ല. കാരണം ആ ഫെറി തകർന്നാൽ ആ സ്വർണവും അതോടൊപ്പം തടാകത്തിന്റെ ആഴങ്ങളിൽ മുങ്ങിത്താഴുമെന്ന് പട്ടാളത്തിന് അറിയാമായിരുന്നു. ഇത്രയും അടുത്ത് കിട്ടിയിട്ടും അവരെ പിടികൂടാൻ കഴിയാതെ ഓട്ടോയ്ക്ക് അമർഷം അടക്കാനായില്ല. പക്ഷെ അവർ എവിടേക്കാവും പോവുക എന്ന് അയാൾക്ക് ധാരണയുണ്ടായിരുന്നു. മോൾഡിലേക്ക് പോകാൻ വേഗം ഒരു പ്ലെയിൻ തയ്യാറാക്കാൻ ഓട്ടോ ഓർഡർ കൊടുത്തു. ഹസ്ലൻഡും സംഘവും തടാകം കടന്ന് അക്കരെ എത്തുമ്പോഴേക്കും രാത്രിയായിരുന്നു. പക്ഷേ അപ്പോൾ മോൾഡ് തുറമുഖം കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ജർമ്മൻ സൈന്യം അവിടെ ഇതിനോടകം ആക്രമണം നടത്തിയിരുന്നു. തുറമുഖത്തേക്ക് പോകണമോ വേണ്ടയോ എന്നവർ സംശയിച്ചു. പക്ഷേ ഇനി അവിടേക്കല്ലാതെ മറ്റെവിടേക്ക് പോകാനാണ്? തീരത്തൊരു കപ്പൽ അവർ കണ്ടിരുന്നുകൊണ്ട് തന്നെ ചിന്തിച്ചു നിൽക്കാതെ അവർ വേഗം അവിടേക്ക് നീങ്ങുക തന്നെ ചെയ്തു. HMS ഗ്ലാസ്കോ അപ്പോഴും തീരം വിട്ടിരുന്നില്ല. അവർ അവിടേക്ക് എത്തിയുടൻ തന്നെ നിനി ഹസ്ലൻഡിനടുത്തേക്ക് ഓടിയെത്തി. രാജാവ് ഇതുവരെയും എത്തിയിട്ടില്ല എന്നും അദ്ദേഹം വന്നാലുടൻ കപ്പൽ പുറപ്പെടുമെന്നും സ്വർണമെല്ലാം അതിനു മുൻപ് കപ്പലിൽ കയറ്റണമെന്നും നിനി അയാളോട് പറഞ്ഞു. ജർമ്മൻ സൈന്യം ഏത് നിമിഷവും തിരിച്ചു വന്നേക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ രാജാവ് എത്തിയാലുടൻ ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ കപ്പൽ പുറപ്പെടുമായിരുന്നു. വേഗം തന്നെ അവർ ഓരോ പെട്ടികളും അടയാളപ്പെടുത്തി കപ്പലിൽ കയറ്റാൻ ആരംഭിച്ചു. പക്ഷേ കുറച്ചു പെട്ടികൾ കയറ്റിയപ്പോഴേക്കും നോർവേ രാജാവ് അവിടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. രാജാവിനൊപ്പം ഓസ്കറും ഉണ്ടായിരുന്നു. രാജാവ് കപ്പലിലേക്ക് കയറുമ്പോൾ എനിക്ക് കുറച്ചുകൂടി സമയം വേണമെന്ന് ഹസ്ലൻഡ് ഓസ്കറിനോട് പറഞ്ഞു. സമയമില്ല, ജർമ്മൻ വിമാനങ്ങൾ ഇവിടേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ശേഷിക്കുന്ന സ്വർണം അവരുടെ കണ്ണിൽ പെടരുത് എന്ന് പറഞ്ഞ് രാജാവിനൊപ്പം ഓസ്കർ കപ്പലിലേക്ക് കയറി. ഇനിയും 18 ടണ്ണോളം സ്വർണം കപ്പലിലേക്ക് കയറ്റാൻ അവശേഷിച്ചിരുന്നു. ഇനി തങ്ങൾ എന്തു ചെയ്യും? സ്വർണമെല്ലാം എവിടേക്ക് കൊണ്ടുപോകും? ജർമ്മൻകാരുടെ കണ്ണിൽപ്പെടാതെ തങ്ങൾക്ക് എത്ര മണിക്കൂറുകൾ കൂടി തള്ളി നീക്കാനാവും? എങ്കിലും കപ്പൽ പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് കഴിയാവുന്നത്രയും സ്വർണം അതിലേക്ക് കയറ്റാൻ അവർ ശ്രമിച്ചുവെങ്കിലും അപ്പോഴേക്കും ജർമ്മൻ വിമാനങ്ങൾ അവിടേക്ക് പറന്നെത്തിയിരുന്നു. അതിലൊന്നിൽ ഓട്ടോയും ഉണ്ടായിരുന്നു. വീണ്ടും ആ തുറമുഖത്തിന് മുകളിൽ അവർ ബോംബുകൾ വർഷിക്കാൻ ആരംഭിച്ചു. എല്ലാവരും വേഗം തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിൽ ഒളിച്ചു. പക്ഷേ കൃത്യമായ ഉത്തരവുകളില്ലാതെ ബ്രിട്ടീഷ് കപ്പലിനെ ആക്രമിക്കാൻ ജർമ്മൻ സൈന്യം തയ്യാറായില്ല. പകരം ആ ഹാർബറിൽ നിന്നിരുന്ന മനുഷ്യർക്കും ആ ട്രക്കുകൾക്കും നേരെ വെടിയുതിർത്ത് ഓട്ടോയും സംഘവും അവിടെ നിന്ന് മടങ്ങി. ബ്രിട്ടീഷ് കപ്പൽ പോയ ശേഷം അവിടേക്ക് മടങ്ങി വരികയായിരുന്നു ഓട്ടോയുടെ പദ്ധതി. പക്ഷേ അപ്പോഴേക്കും ഹെൻറി ഉൾപ്പെടെ ഒരുപാട് ആളുകൾക്ക് വെടിയേറ്റിരുന്നു. നീ ഇവിടെ വരെ എത്തിയില്ലേ? ഞാനില്ല, നീ ഇനി യാത്ര തുടരേണ്ടതുണ്ട്. നിങ്ങൾക്ക് ദൗത്യം നിറവേറ്റാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എന്ന്
ഹെൻറി ബെർഗയോട് പറഞ്ഞു. ഇങ്ങനെയൊന്നും പറയാതിരിക്കൂ, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് ബെർഗെ പറഞ്ഞുവെങ്കിലും ഹെൻറി അപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞിരുന്നു. സമയം വൈകാതെ രാജാവിനെയുമായി ബ്രിട്ടീഷ് കപ്പൽ അവിടെ നിന്ന് പുറപ്പെട്ടതോടെ ശേഷിക്കുന്ന സ്വർണം ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഹസ്ലൻഡും സംഘവും ആ തീരത്ത് തന്നെ നിന്നു. അവർക്കിനി ആ സ്വർണവുമായി എവിടേക്ക് പോകണമെന്നറിയില്ലായിരുന്നു. പക്ഷേ എന്നിട്ടും പരാജയപ്പെടാനോ പിന്തിരിഞ്ഞോടാനോ അവർ തയ്യാറായില്ല. നേരം പുലർന്നപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ ഹെൻറിയുടെ ജീവനറ്റ ശരീരത്തിന് ചുറ്റിലുമായി അവർ നിന്നു. കത്തിയെരിഞ്ഞുകൊണ്ടിരുന്ന തുറമുഖത്തെ തീയെല്ലാം ഇതിനോടകം കെട്ടടങ്ങിയിരുന്നു. നിരാശനായി ഹെൻറിക്കെടുത്തിരിക്കുന്ന ബർഗയോട്, നമ്മൾ ഇവിടെ വരെ എത്തിയില്ലേ, നമുക്കിത് പൂർത്തിയാക്കാമെന്ന് പറഞ്ഞ് മേജർ അയാളെ ആശ്വസിപ്പിച്ചു. അങ്ങനെ അവർ ആ ട്രക്കുമായി എങ്ങോട്ടെന്നില്ലാതെ യാത്ര തുടങ്ങി. ജർമ്മൻ വിമാനങ്ങൾ എപ്പോൾ വേണമെങ്കിലും തങ്ങളെ ആക്രമിക്കാമെന്നറിയാമായിരുന്നിട്ടും പിന്തിരിയാൻ അവർ തയ്യാറായില്ല. ഏകദേശം 4 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ എത്തുന്നത് ടൈറ്റൺ എന്ന കടലോര ഗ്രാമത്തിലേക്കാണ്. അവിടെ എത്തി കാര്യങ്ങളെല്ലാം ഹസ്ലൻഡ് അവിടെയുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളോട് പറഞ്ഞു. നിസ്സഹായനായ അയാൾ പറഞ്ഞതെല്ലാം കേട്ടപ്പോ കൂടുതലൊന്നും ആലോചിക്കാതെ ആ ബോട്ടിന്റെ ക്യാപ്റ്റൻ അവരെ സഹായിക്കാൻ തയ്യാറായി. തങ്ങളുടെ നാടിനു വേണ്ടിയാണ് അവർ ഇത് ചെയ്യുന്നത് എന്ന് ക്യാപ്റ്റനും അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾക്കും അറിയാമായിരുന്നു. കാത്തു നിൽക്കാതെ വേഗം തന്നെ അവർ ആ സ്വർണ്ണപ്പെട്ടികൾ ബോട്ടുകളിലേക്ക് കയറ്റാൻ ആരംഭിച്ചു. ഗ്രാമത്തിലെ കുട്ടികളും സ്ത്രീകളും വൃദ്ധരും എല്ലാം ചേർന്ന് സഹായിച്ചപ്പോ കുറച്ച് സമയം കൊണ്ട് തന്നെ ആ പെട്ടികളെല്ലാം ബോട്ടുകളിലേക്ക് കയറ്റപ്പെട്ടു. ഇതേ സമയം തന്നെ മോൾഡിലെ ട്രക്കുകളും അതിലെ സ്വർണവും കാണാത്ത നിരാശയിൽ ഓട്ടോയും സംഘവും അവരെവിടേക്ക് പോയെന്നറിയാതെ എല്ലായിടത്തും തിരച്ചിൽ ആരംഭിച്ചിരുന്നു. പക്ഷേ അയാൾ ആ കടൽ തീരത്തിന് മുകളിലൂടെ പറക്കുമ്പോൾ അയാൾ അറിഞ്ഞില്ല, താഴെ കടലിലെ ബോട്ടുകളിൽ ഹസ്ലൻഡും സംഘവും ആ സ്വർണം മുഴുവൻ വടക്കോട്ട് കൊണ്ടുപോവുകയാണെന്ന്. ഇതിനെല്ലാം ഇടയിൽ ഇനി ബോട്ടിൽ നിന്ന് ആരെയൊക്കെയോ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. ശേഷം ഐറീനും മകളും സുരക്ഷിതമായി സ്വീഡനിലേക്ക് എത്തിയെന്നുള്ള വാർത്തയാണ് നിനി ഹസ്ലൻഡിനോട് പറഞ്ഞത്. ബോട്ടുകൾ അപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. വളരെ നേരത്തെ യാത്രയ്ക്ക് ശേഷം ശേഷിച്ച 18 ടൺ സ്വർണവും അവർ വടക്ക് റോംസോയിലേക്ക് എത്തിച്ചു. അവിടെ നിന്ന് HMS എന്റർപ്രൈസിൽ ഇംഗ്ലണ്ടിലേക്കും. ഈ കഥയിൽ ഉൾപ്പെടാതെ പോയ ഒരുപാട് ആളുകൾ ആ യത്നത്തിനു വേണ്ടി പ്രയത്നിച്ചു. ആരും ആരെയും നിർബന്ധിച്ചിട്ടല്ല അവരതൊന്നും ചെയ്തത്. തങ്ങളുടെ നാടിന്റെ നിലനിൽപ്പിനു വേണ്ടി സ്വമേധയാ അവർ ദൗത്യത്തിന്റെ ഭാഗമാവുകയായിരുന്നു. ജർമ്മൻ പടയുടെ കണ്ണിൽപ്പെടാതെ ജീവൻ പണയം വെച്ചവർ കടത്തിയ സ്വർണമാണ് യുദ്ധത്തിൽ നോർവേയുടെ ചെറുത്തുനിൽപ്പിനും യുദ്ധാനന്തരം ആ നാടിന്റെ ഉയർത്തെഴുന്നേൽപ്പിനും അവരെ സഹായിച്ചത്.